അതായത് ഏകദേശം ഒരു 90% ആളുകൾ ദിലീപിന് എതിരാണ് ഇപ്പോഴും. അതായത് കോടതി വിധി വന്നതിന് ശേഷവും അദ്ദേഹത്തിന് എതിരാണ് 90% ആളുകളും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജനപ്രിയ നായകൻ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രേക്ഷകര് മുമ്പ് ആരായിരുന്നു? സ്ത്രീകളും കുട്ടികളും. അപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിന് എതിരായി മാറി പുതിയൊരു ടൈറ്റിലും കൊടുത്തു, ജനദ്രോഹി എന്നുള്ള ടൈറ്റില്. ഇപ്പൊ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഡിസംബർ 18 ബൊബ്ബ പറഞ്ഞൊരു മൂവി ഇറങ്ങുന്നുണ്ടില്ലേ, അതിന് ഇപ്പോ ബോയ്ക്കോട്ട് ചെയ്യാൻ പോവാണ്, ബഹിഷ്കരിക്കാൻ നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയും അദ്ദേഹത്തിന്റെ എതിരാളികളും. അപ്പോ അതിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ടാണ് ദിലീപ് ഇത്രയ്ക്കും എന്താ പറയാ ജനവിരുദ്ധമായി മാറിയത്? അപ്പോ കേസ് സെക്ഷൻ കോടതിയിൽ ദിലീപ് വിജയിച്ചു എങ്കിലും ഒരു ബഹുഭൂരിപക്ഷ സമൂഹം ദിലീപിനെ അംഗീകരിക്കുന്നില്ല. അവർക്ക് ദിലീപ് കുറ്റക്കാരൻ തന്നെയാണ്. പിന്നെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ വിശ്വാസം ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ദിലീപിനെ ശിക്ഷിക്കപ്പെടുമെന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ പല കേസുകളും ഈ സെക്ഷൻ കോടതി വെറുതെ വിട്ട കേസുകൾ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ശിക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് സെക്ഷൻ കോടതി ശിക്ഷിച്ച ടീമുകൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വെറുതെ വിട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചും സംഭവിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇതില് രണ്ടു കൂട്ടരും വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇതിലിപ്പോ ആര് ജയിച്ചാലും വിജയിച്ചാലും വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും അപ്പീലിനും പോവും, ഹൈക്കോടതിക്ക് പോവും, ഹൈക്കോടതി കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് പോവും. അപ്പൊ ലാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ലാസ്റ്റ് റിസൾട്ട്, അന്തിമ വിധി അല്ല ഇത്. അത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ പകുതി മുക്കാൽ ആളുകളും വിചാരിക്കുന്നത് ദിലീപിനെ വെറുതെ വിട്ടു, അപ്പൊ മറ്റവർക്ക് സങ്കടമായി, മറ്റവർക്ക് ഇതായി. അതല്ല ഇവിടെ നോക്കേണ്ടത്. ഒരു വിധിയേ അല്ല. മീൻസ് സെക്ഷൻ കോടതിയിൽ കഴിഞ്ഞ കാര്യങ്ങളെ ഹൈക്കോടതിയും ഏറ്റവും അന്തിമ വിധി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, അപ്പോ ഈ ദിലീപിന് ഈ എങ്ങനെയാണ് ഈ ജനദ്രോഹി എന്നുള്ള ടൈറ്റിൽ കിട്ടിയെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് ദിലീപ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ നായകനായി വന്നത് ഈ മാനത്തെ കൊട്ടാരം പറഞ്ഞ ഒരു സിനിമയാണ്. അതിന് മുമ്പ് അസിസ്റ്റന്റ് ആയിട്ടും ചെറിയ റോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട റോളിൽ വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഈ മാനത്തെ കൊട്ടാരം പറഞ്ഞ ഒരു സിനിമയിലാണ്, ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതില് നായകൻ ആവേണ്ടിയിരുന്നത് നമ്മുടെ അബി എന്ന് പറയുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, നമ്മളെ ഷെയ്ൻ നിഗത്തിന്റെ ഒക്കെ അച്ഛൻ. അപ്പൊ അദ്ദേഹം നല്ല കഴിവുള്ള ഒരു മിമിക്രിക്കാരനാണല്ലേ, പ്രത്യേകിച്ച് ദിലീപിനേക്കാൾ 10 ഇരട്ടി കഴിവുള്ള ആളാണ്. പക്ഷെ അതില് അവിടെ അദ്ദേഹത്തെ പാര വെച്ച് കുതിങ്കല് വെട്ടി ദിലീപ് അതിൽ നായകനായി. അപ്പോ സിനിമ ഫീൽഡിൽ തന്നെ വന്നത് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ആളുകളെ പാര വെച്ചും. അതേപോലെ തൂവൽ സ്പർശം പറഞ്ഞ സിനിമയിൽ ജയറാമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കുറച്ചുകൂടി നല്ല റോളില്ല, ഒരു അനിയനായിട്ട് കൊണ്ടുവന്ന് കുറച്ച് ദിലീപ് കയറി വരുന്ന സമയത്ത് പിന്നീട് എന്തായി മാറി, ജയറാമിന് തന്നെ ആള് ഔട്ടാക്കി വെച്ചു. പിന്നീട് സിനിമാ ഫീൽഡിൽ ഇഷ്ടം വിനയൻ എന്ന് പറയുന്നത്, തുടക്കകാലത്ത് ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദിലീപിന് വിനയനാണ്. അപ്പൊ വിനയനെ ഏറ്റവും അവസാനം ആള് ഭ്രാന്ത് പിടിപ്പിച്ച പോലെ ആക്കി. പിന്നീട് അവസാന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിലീപിന്റെ പക ഏറ്റവും കൂടുതൽ കണ്ടറിഞ്ഞൊരു നടനാണ് ഈ തിലകൻ എന്ന് പറയുന്നത്. തിലകൻ, ക്യാപ്റ്റൻ രാജു, മാളാരവിന്ദൻ, ഇഷ്ടംപോലെ നടന്മാര്. അപ്പൊ ഈ ടീമുകളൊക്കെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വീഡിയോസുകളും, ഇപ്പൊ തിലകന്റെ ഒക്കെ ഇന്റർവ്യൂ ഇപ്പൊ വീണ്ടും വളരെ ദിലീപ് കേസ് സജീവമായ സമയത്ത് വീണ്ടും വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് അല്ലെ. വീണ്ടും ഇന്നലെ കഴിഞ്ഞ പോലെ ആണ് സോഷ്യൽ മീഡിയന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് വീഡിയോസ് എന്ന് പറയുന്നത്. ഇന്നലെ കഴിഞ്ഞ തിലകനൊക്കെ ഇന്നലെ സംസാരിച്ച പോലെയാണ് ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ദിലീപിനെ ജനങ്ങൾ വെറുത്തത്. പിന്നെ ഈ എന്താ പറയാ മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി, പണ്ടുകാലം മൂലം തന്നെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത് ഒരു കുടുംബ പ്രേക്ഷക അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ, ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ ഇടയിൽ വളരെ ഒരു ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടി എന്നൊക്കെ പറയില്ലേ, വേറെ ഒരു നടിക്കും ഈ അടുത്ത കാലത്ത് കിട്ടാത്തത്. ആ ഒരു ഇത് മഞ്ജു വാര്യറിന് നൽകിയിട്ടുണ്ട്. അതായത് പിന്നീട് അതിനുള്ള മികച്ചൊരു എക്സാമ്പിളാണ് രണ്ടാം പ്രാവശ്യം മഞ്ജു വാര്യർ സിനിമ ഫീൽഡിലേക്ക് വന്നപ്പോഴും
ഒരു 10-15 വർഷം നിർത്തിയതിന് ശേഷം ദിലീപിനെ കളഞ്ഞതിന് ശേഷം വീണ്ടും സിനിമ ഫീൽഡിൽ വന്നു കഴിഞ്ഞപ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് അല്ലേ. ഇപ്പോൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ വീണ്ടും നമ്പർ 1 നിൽക്കുന്ന ലേഡീസിൽ ആരാണോ ചോദിച്ചാൽ മറ്റേ മഞ്ജു വാര്യർ തന്നെ. അഭിനയത്തില് ലേഡീസിന്റെ ഇടയിൽ മഞ്ജു വാര്യനെ കഴിഞ്ഞിട്ട് 2ാം സ്ഥാനമുള്ള നടി എന്ന് പറയുന്ന ഒരു ബഹുദൂരം പിന്നിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥ. അപ്പോൾ പിന്നീട് ഈ കാവ്യ മാധവനെ ദിലീപ് കല്യാണം കഴിച്ചു. അപ്പൊ അതെല്ലാം ഈ കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ജനപ്രിയ നായകൻ എന്നുള്ള ആ ടൈറ്റിലിൽ നിന്ന് വളരെയേറെ വെറുത്തു. അതിൻ്റെ ഇടയിലാണ് 3ാമത് മറ്റേ ഈ നടിയുടെ പ്രശ്നങ്ങൾ. നടിയെ പീഡിപ്പിച്ച കേസിൽ പെട്ടതോടുകൂടിയിട്ട് അതൊരു 100% അതിൽ നിന്ന് അപ്പൊ ജനങ്ങൾ കംപ്ലീറ്റ് വിശ്വസിച്ചു മീൻസ് ജനങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റ് ആണ്. ഇപ്പൊ നമ്മൾ എത്ര നുണ പറഞ്ഞാലും ഇത് ചെയ്താലും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വളരെ സജീവമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾ കംപ്ലീറ്റ് വിവരങ്ങൾ അറിയുന്നുണ്ട്. എത്ര ചാനലുകൾ മുക്കിയില്ലെങ്കിലും പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ആണ് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ ദിലീപിന് വളരെയേറെ എന്താ പറയാ ജനങ്ങള് അകന്നുപോയി. പിന്നെ വളരെയേറെ പിയർ വർക്കുകൾ ഇപ്പൊ പുതിയ റീസെന്റ് ആയിട്ടൊക്കെ ദിലീപിനെ പുട്ടി ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പിയർ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ പിയർ വർക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാം ഒരു പൊതു സവിശേഷതയുണ്ട്. എന്താണ് സവിശേഷത? അതായത് മറ്റേ ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് അതിന്റെ കമന്റ്സുകളും അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരേ തെറി പറയണ പറഞ്ഞാൽ ഒരേ ആളുകളായിരിക്കും പല അക്കൗണ്ടുകളിൽ നിന്ന്. പിന്നീട് ഇവര് അടുത്തൊരു വീഡിയോന്റെ ചുവട്ടിൽ പോയിട്ട് അതേപോലെ ഒരു കമന്റിനെ കട്ട് കോപ്പി പേസ്റ്റ് രീതിയിൽ ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങളെ വിശ്വസിക്കുന്നത് കംപ്ലീറ്റ് ഇപ്പോഴും ദിലീപ് തന്നെയാണ് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വയ്ക്കാൻ കഴിയുന്നുമില്ല. അവര് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് അവിടെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചു. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഇപ്പോൾ സെക്ഷൻ കോടതിയിലല്ല, കോടതിയിൽ നിന്ന് ദിലീപിന് ശിക്ഷ കിട്ടുന്ന ഒരു 90% ജനങ്ങളും വിശ്വസിച്ചു. പ്രത്യേകിച്ച് സ്ത്രീകള്, ഇതിന്റെ പഴയ പ്രേക്ഷകര്. അപ്പോ കഴിഞ്ഞ സെക്ഷൻ കോടതിയുടെ രീതിയില് ദിലീപിനെ വെറുതെ വിടുകയാണ് ചെയ്തത്. അത് ദിലീപിന് മറ്റൊരു ദോഷമാണ് ചെയ്തത്. കൂടുതൽ പേര് വെറുത്തു. ഒരു 70% വെറുത്ത ടീമുകള് വെറുതെ വിട്ടോടുകൂടിയിട്ട് കോടതിനെ സ്വാധീനിച്ചു, അല്ല കോടതിയെ പണം വാങ്ങി ഇതാക്കി എന്ന് പറഞ്ഞിട്ട് അതിനെ 100% വെറുക്കുകയാണ് ചെയ്തത്. മൊത്തം ഹൈക്കോടതി, സുപ്രീം കോടതിയില് ദിലീപിന് ശിക്ഷ കിട്ടുന്നവര് 100% വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏത് കോടതിയാണെങ്കിലും, ഏത് സെക്ഷൻ കോടതിയാണെങ്കിലും, ഹൈക്കോടതിയാണെങ്കിലും, സുപ്രീം കോടതിയാണെങ്കിലും ജനങ്ങൾ, പ്രത്യേകിച്ച് സിനിമാ സ്റ്റാർസുകൾ, ജനങ്ങളുടെ ഇടയില് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഇടയില് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് വെറുത്തു കഴിഞ്ഞാൽ, അവര് കാണില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും അതെന്ത് സംഭവിക്കും? അവരുടെ പരാജയം തന്നെയായിരിക്കും. കോടതിയിൽ നിന്ന് ചിലപ്പോൾ വെറുതെ വിട്ടുണ്ടാകാം, ബാക്കിയുള്ളവിടുന്ന് ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വെറുതെ വിട്ടുണ്ടാകാം. പക്ഷെ ജനങ്ങള് 100% വിശ്വസിക്കുകയാണ് അവനാണ് കുറ്റക്കാരൻ, അവന്റെ പടം കാണുന്നില്ല എന്ന് ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഔട്ടാവും ഫീൽഡിൽ നിന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനപ്രിയ നായകൻ എന്നുള്ളത് ജനദ്രോഹി നായകൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനുള്ള മുഖ്യ കാരണം. ഇതിന്ന് മനസ്സിലാക്കുന്നത് അൾട്ടിമേറ്റ് ജനങ്ങൾ തന്നെയാണ്. മനസ്സിലായി? ഇപ്പൊ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പല ഭരണകൂടങ്ങളും അല്ലെ, ജനങ്ങൾ കംപ്ലീറ്റ് ഇളകിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ എന്ത് പോലീസ്, എന്ത് കോടതി, എന്ത് ഭരണകൂടം, അവിടെ ജനങ്ങള് നിയമം കയ്യിലെടുക്കും. അത് അവസാന ഘട്ടം ജനങ്ങൾക്ക് പൊറുതി മുട്ടിയിട്ടാണ് എല്ലാ നിയമങ്ങളും ഇല്ലാതാകുന്ന സമയത്ത്, അവർക്ക് നീതി കിട്ടുന്നില്ല എന്നൊക്കെ വരുന്ന സമയത്താണ് അവസാനത്തെ എന്താ പറയാ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നതാണ് അവര് നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് അവര് നിയമം കയ്യിലെടുക്കും. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാല്ലേ. ഇനിയും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എത്ര മിനിറ്റായി?